ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 13. പരമം വിചിത്രം ലീലാ വിഭൂതിയും അത്ഭുത വിഭൂതി. വിഭൂതി ക്യാൻസർ അകറ്റി. പുട്ടപർത്തിയുടെ ഒരു വക്കീലെത്തി. കടുത്ത പുകവലിക്കാരൻ. അയാളുടെ തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചു. റേഡിയേഷനും കീമോതെറാപ്പിക്കും ഒപ്പം ശസ്ത്രക്രിയ ചെയ്യാനും ഡോക്ടർമാർ ഉപദേശിച്ചു. ചികിത്സ തുടങ്ങിയതിന് മുമ്പേ സ്വാമിയുടെ അനുവാദം നേടാൻ അദ്ദേഹം ആഗ്രഹിച്ചു. രോഗി ദർശനത്തിനിരുന്നു. നിത്യകർണാവനായ വിഭു അദ്ദേഹത്തെ ഇൻ്റർവ്യൂ മുറിയിലേക്ക് ക്ഷണിച്ചു. രോഗിയോട് കൈനീട്ടി കുമ്പിൾ പോലെ പിടിക്കാൻ പോകാൻ അരുളി. അതിനുശേഷം വളരെയേറെ വിഭൂതി കൈക്കുമ്പിളിൽ അവിടുന്ന് ചൊരിഞ്ഞിട്ട് അത് മുഴുവൻ കഴിക്കുവാൻ പറഞ്ഞു. ആ വിഭൂതിയുടെ നിറം കറുത്തത്, സ്വാദോ കൈപ്പയ്ക്കയുടേത്. സ്വാമി വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ അത് കഴിക്കാൻ പ്രേരിപ്പിച്ചു, അനുനയിപ്പിച്ചു. അങ്ങനെ വിഭൂതി കഴിച്ചു തീർക്കാൻ സഹായിച്ചു. ഇൻ്റർവ്യൂവിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി. ഒരു കപ്പ് കാപ്പി കുടിക്കാനായി ക്യാൻറ്റീനിലെത്തി. ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പക്കാവടയിൽ കണ്ണുടക്കി. കൊതിയടക്കാനായില്ല. വാങ്ങി ഒരു പ്ലേറ്റ് പക്കാവട കഴിച്ചു തീർത്തു. ആഹാരത്തോടുള്ള കൊതിയും തീവ്രമായ ആഗ്രഹവും ഉണ്ടെങ്കിലും തൊണ്ടയിലെ കടുത്ത വേദന മൂലം അദ്ദേഹത്തിന് കഴിക്കാനാവുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സുഖകരമായി കഴിക്കാനും സ്വാദ് ആസ്വദിക്കാനും കഴിയുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അത്ഭുതപ്പെട്ടുപോയി. കൈവിരൽ കൊണ്ട് ക്യാൻസർ ബാധിച്ച തൊണ്ടയിലെ ഭാഗത്ത് തൊട്ടുനോക്കി. തെല്ല് പോലും വേദനയില്ല. അദ്ദേഹത്തിന് ബോധ്യമായി, ക്യാൻസർ പോയിരിക്കുന്നു. ആഹ്ലാദം നുരഞ്ഞു പറഞ്ഞു. ഭഗവാന്റെ കാരുണ്യമോർത്തപ്പോൾ മിഴികളിലൂടെ കുടുകൂടെ കണ്ണീരൊഴുകി. അടുത്ത ദിവസം സ്വാമി അദ്ദേഹത്തെ ഇൻ്റർവ്യൂ റൂമിലേക്ക് വിളിച്ചപ്പോൾ തൃപ്പാദത്തിൽ വീണുകൊണ്ട് തന്നെ നന്ദി അദ്ദേഹം പ്രകടിപ്പിച്ചു. തനിക്ക് സിന്ധി ഭാഷയെ പ്രാവീണ്യമുണ്ടെന്നും സനാതന സാരഥി സിന്ധിയിൽ പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു. സ്വാമി മറുപടി പറഞ്ഞു, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ പുട്ടപർത്തിയിൽ വരുത്തിയത്. അന്നു മുതൽ ആ അനുഗ്രഹീതനായ വ്യക്തി സനാതന സാരഥി സിന്ധിയിലേക്ക് തർജ്ജമ ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തുടങ്ങി. ഗോത്രത്തലവന് രോഗശമനം. ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ് പുനഃസംഘടിപ്പിക്കുന്നതിന് മുമ്പ് അത് ആസാമിൻ്റെ ഭാഗമായിരുന്നു. ജനങ്ങളിലധികവും ആദിവാസികൾ. അവർ പ്രത്യേക സംസ്ഥാനത്തിന് ആവശ്യപ്പെട്ട് ആസാം സർക്കാരിനെതിരെ ഗറില്ല യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. സർക്കാർ ആദിവാസികളെ സന്തോഷിപ്പിക്കാനും അവരെ അനുനയിപ്പിക്കാനുമായി എല്ലാത്തരം യജ്ഞങ്ങളും ചെയ്തു. സംസ്ഥാനത്തെ വികസന പരിപാടികൾക്കായി ആശുപത്രി, റോഡ്, സ്കൂളുകൾ, മറ്റു സൗകര്യങ്ങൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു. എന്നിട്ടും ആദിവാസികൾ തൃപ്തരായില്ല. തങ്ങളുടെ വാദം അവർ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ ആദിവാസി നേതാക്കളിൽ ഒരാൾ രോഗം മൂലം കിടപ്പിലായി. രോഗം നിർണ്ണയിക്കാനായില്ല. സർക്കാർ വളരെയേറെ വൈദ്യസഹായങ്ങൾ ചെയ്തു കൊടുത്തു. കൽക്കട്ട, ഡൽഹി എന്നിവിടങ്ങളിലെ പ്രശസ്തമായ ആശുപത്രികളിൽ മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തി. അതൊന്നും സഹായകരമായില്ല. രോഗിക്ക് യാതൊന്നും കഴിക്കാൻ വയ്യാതെയായി. എന്തു കഴിച്ചാലും അതുടൻ ഛർദ്ദിക്കും. സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ആഭ്യന്തര സെക്രട്ടറി ശ്രീ രാജയ്ക്ക് ഒരാശയം തോന്നി. രോഗിയെ ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ തിരുസന്നിധിയിൽ എത്തിക്കുക. അതൊരു പക്ഷേ സഹായകരമായേക്കും. ഭാരത സർക്കാരിൽ നിന്നും അനുവാദത്തിനായി പരിശ്രമിച്ചു. ഒടുവിൽ രോഗിയായ നേതാവ് ഉൾപ്പെടെ 29 പേരടങ്ങുന്ന ഒരു സംഘം ഭാരത് ദർശൻ എന്ന പേരും പറഞ്ഞ് യാത്ര പുറപ്പെട്ടു. ആ സംഘം പർത്തിയിലെത്തി. അവർ ദർശന ഹാളിലിരുന്നു. ദർശനവേളയിൽ ഭഗവാൻ അവരുടെ സമീപത്തെത്തി. ഹിന്ദിയിൽ നേരിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? തങ്ങൾ ആസാമിൽ നിന്നാണെന്ന് സെക്രട്ടറി മറുപടി പറഞ്ഞു. സ്വാമി ഇംഗ്ലീഷിൽ പറഞ്ഞു, അകത്തേക്ക് പോകൂ. അങ്ങനെ അവരെല്ലാവരും ഇൻ്റർവ്യൂ മുറിയിലേക്ക് നടന്നു. സംശയിക്കേണ്ട, ആഹ്ലാദത്താൽ ആവേശത്താൽ അവർ മുറിയിലേക്ക് ഓടുകയായിരുന്നു. പൊതുദർശനത്തിന് ശേഷം സ്വാമി ഇൻ്റർവ്യൂ മുറിയിലെത്തി. ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച ആദിവാസി നേതാവിന് നൽകി. കഴിക്കുവാൻ നിർദ്ദേശിച്ചു. സ്വാമി സിംഹാസനത്തിരുന്ന ശേഷം അന്വേഷിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം? സെക്രട്ടറി വിശദീകരിച്ചു, ഞങ്ങൾ സ്വാമിയുടെ ദർശനത്തിന് വന്നതാണ്. ഈ ആദിവാസി നേതാവിന് ഉദരരോഗമുണ്ട്. ഒരു ചികിത്സയും ഫലിച്ചില്ല. കൽക്കട്ടയിലും ഡൽഹിയിലും നടത്തിയ മെഡിക്കൽ ടെസ്റ്റുകളിൽ രോഗമെന്തെന്ന് നിർണ്ണയിക്കാനും കഴിഞ്ഞില്ല. ഒരു തരത്തിലുമുള്ള ഖര ആഹാരവും കഴിക്കാൻ അയാൾക്കാവില്ല. ഇതിൻ്റെയൊക്കെ ഫലമായി ആ ഭാഗത്തെ ആദിവാസികൾക്കും ഞങ്ങളുടെ വൈദ്യസമ്പ്രദായത്തിലും ആശുപത്രികളിലും വിശ്വാസം നഷ്ടമായി. ഇദ്ദേഹമാണെങ്കിൽ ഉന്നതനായ ആദിവാസി നേതാവുമാണ്. സ്വാമിക്ക് മാത്രമേ ഇദ്ദേഹത്തെ സുഖപ്പെടുത്താൻ കഴിയൂ. സ്വാമി ഉറപ്പ് നൽകി. പരിഭ്രമിക്കേണ്ട, ഇത് പൂർണ്ണമായും സുഖപ്പെടും. അതിനുശേഷം സ്വാമി ആദിവാസി സന്ദർശകരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. സ്വാമി അവരുടെ ഗ്രാമത്തെക്കുറിച്ചും പരിസരത്തെക്കുറിച്ചും പറഞ്ഞു. സൂര്യദേവനും ചന്ദ്രദേവനും വേണ്ടി ക്ഷേത്രം പണിയുന്നതിനെക്കുറിച്ച് ഗ്രാമീണർക്കുള്ള ചിന്തകളും അവിടുന്ന് പരാമർശിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ സ്വാമി അതിസങ്കീർണമായ കൊത്തുപണികളോടുകൂടിയ വൃത്താകൃതിയിലുള്ള 9 ഇഞ്ച് വ്യാസം ഒരു ചെമ്പ് തകിട് സൃഷ്ടിച്ചു. ഒരു വശത്ത് സൂര്യനും മറുവശത്ത് ചന്ദ്രനും അതിൽ മുദ്രണം ചെയ്തിരുന്നു. ആ തകിടിലെ ആശ്ചര്യകരമായ കരവിരുതിലേക്ക് ഭഗവാൻ അവരുടെ ശ്രദ്ധ കൊണ്ടുവന്നു. അതിനുശേഷം പ്രഖ്യാപിച്ചു, നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം സോനോ പേളോ. ആദിഭാഷയിൽ അതിനർത്ഥം സൂര്യചന്ദ്രന്മാർ എന്നറിയപ്പെടും. ആശ്ചര്യഭരിതരായ ആദിവാസികളോട് ഈ ചെമ്പ് തകിട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനും എന്നും കൃത്യമായി ആരാധിക്കാനും നിർദ്ദേശിച്ചു. അവിടുന്ന് അവരുടെ ഈശ്വരാരാധന സർവ്വതാ നേട്ടമുണ്ടാക്കിത്തരും. അവിടുന്ന് അവർക്ക് വിഭൂതി പ്രസാദം നൽകി അനുഗ്രഹിച്ചു.
തൃപ്പാദത്തിൽ സ്പർശിക്കാനുള്ള അവസരവും നൽകി. ഹൃദയം നിറഞ്ഞു കവിഞ്ഞ സന്തോഷത്തിലും സംതൃപ്തിയിലുമാണ് ആദിവാസികൾ സ്വാമിയെ വിട്ടുപോയത്. അതിനുശേഷം അവർ ക്യാൻറ്റീനിലെത്തി. വെളുത്ത വൃത്താകൃതിയിലുള്ള എന്തോ അവിടുന്ന് വിളമ്പുന്നത് അവരുടെ നേതാവ് കണ്ടു. അത് വിളമ്പട്ടെ എന്ന് അവർ നേതാവിനോട് തിരക്കി. ആ വെളുത്ത സാധനത്തിന് ഇഡലി എന്ന് പറയും. അരിയും ഉഴുന്നും ചേർത്തുണ്ടാക്കിയ ആഹാരം. ഈ ആഹാരവും പതിപോലെ കഠിനമായ ഉദരവേദനയും ഛർദ്ദിയും ഉണ്ടാക്കുമെന്ന് നേതാവിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. എന്തായാലും സ്വാമി തൻ്റെ ദിവ്യമായ ഉറപ്പ് നൽകിയതിനാൽ അവർ അർത്ഥമനസ്സോടെ ഇഡലി കഴിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചു. ഒരു പ്ലേറ്റ് ഇഡലിയും ചട്നിയും നിമിഷങ്ങൾക്കുള്ളിൽ നേതാവ് കഴിച്ചു തീർത്തു. രുചി പിടിച്ചതോടെ മറ്റൊരു പ്ലേറ്റ് ഇഡലിയും കഴിച്ചു. കൂട്ടാളികൾ അമ്പരപ്പോടെ അവിശ്വസനീയതയോടെ നിരീക്ഷിച്ചു. ഈ മനുഷ്യൻ വർഷങ്ങളായി കട്ടിയുള്ള ഒരു ആഹാരം കഴിക്കാത്ത ഇഡലി ഒന്നിനു പുറകെ ഒന്നായി 32 എണ്ണത്തോളം കഴിച്ചു തീർത്തിരിക്കുന്നു. ആ സംഘത്തിന് ഇത് അത്ഭുതലീലയെന്ന് മനസ്സിലായി. അവരതിൻ്റെ ഓരോ കണികയും ആസ്വദിച്ചു. ആദിവാസി നേതാവ് സുഹൃത്തുക്കളോട് പറഞ്ഞു, സ്വാമി സാധാരണ മനുഷ്യനല്ല. വർഷങ്ങളോളം ഞാൻ അനുഭവിച്ചിരുന്ന രോഗം നിമിഷങ്ങൾക്കകം കുറച്ച് വിഭൂതി കൊണ്ട് സ്വാമി പൂർണ്ണമായും സുഖപ്പെടുത്തി. ഇതിനൊരു സംശയമില്ല. അവിടുന്ന് ഈശ്വരാവതാരം തന്നെ. നമ്മുടെ ഇഷ്ടദേവതകൾക്കായി നാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ദേവാലയത്തെക്കുറിച്ച് സ്വാമി സംസാരിച്ചു. മാത്രമല്ല 2 രൂപങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അവിടുന്ന് അരുളുന്ന ഓരോ വാക്കുകളും കർശനമായി നാം അനുസരിക്കണം. സായി ഭഗവാന്റെ ദിവ്യവിഭൂതി ആദിവാസി നേതാവിൻ്റെ രോഗം നിമിഷങ്ങൾക്കകം അകറ്റി. ഈ മഹത്തായ സംഭവം കേൾക്കുമ്പോൾ ഭഗവാൻ ഉടനെ കോരിച്ചൊരിയുന്ന പ്രേമവും ദയാലുത്വവും അനുഭവിക്കുമ്പോൾ അവിടുത്തെ വന്ദിക്കാനായി നമ്മുടെ ശിരസ്സുകൾ താഴ്ന്നു. വിഭൂതിയുടെ അത്ഭുതകരമായ ശക്തി. വിഭൂതി. ഭഗവാൻ ശ്രീ സത്സായി ബാബയുടെ പ്രത്യേക സവിശേഷത വിഭൂതി നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നുവെന്ന് മാത്രമല്ല മറ്റുള്ള ആവശ്യങ്ങൾ കൂടി അത്യത്ഭുതകരമാം വിധം നിറവേറ്റുന്നു. പാറ്റേഴ്സൺ കാനഡയിലെ വിജയിയായ ബിസിനസ്സുകാരൻ. ബിസിനസ് ആവശ്യങ്ങൾക്കായി അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിക്കാറുണ്ട്. അത്തരമൊരു യാത്രയിൽ അദ്ദേഹം ഭാരതത്തിൽ വന്നു. പ്രൊഫസർ ഭഗവന്തത്തിൻ്റെ പുത്രൻ ഡോക്ടർ ബാലകൃഷ്ണനെ കണ്ടുമുട്ടി. ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ആ ഗൃഹം ക്ഷേത്രം പോലെ അലങ്കരിച്ചിരിക്കുന്നു. പൂജാമുറിയുടെ മധ്യത്തിൽ സിംഹാസനം. അതിൽ സ്വാമിയുടെ മനോഹരമായ ചിത്രം വെച്ചിരിക്കുന്നു. പാറ്റേഴ്സിൻ്റെ മനസ്സിൽ ആ ചിത്രം നന്നായി പതിഞ്ഞു. അദ്ദേഹം ആ ചിത്രം ആരുടേതെന്ന് തിരക്കി. ബാബയെക്കുറിച്ചും അവിടുത്തെ ദിവ്യശക്തികളെക്കുറിച്ചും സ്വാമിയുടെ പ്രേമം, കാരുണ്യം, ഭക്തന്മാരുടെ വിസ്തൃതമായ പുണ്യാത്മാക്കളുടെയും പ്രാർത്ഥനയ്ക്കുത്തരമായി. മാനവവംശോദ്ധാരണത്തിന് ബാബ അവതരിച്ചിരിക്കുന്നതിനെക്കുറിച്ചും ഡോക്ടർ ബാലകൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞു. ബാബയെക്കുറിച്ച് കേട്ടപ്പോൾ പാറ്റേഴ്സണിൽ ജിജ്ഞാസ വളർന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. സത്യസായി ബാബയെ നിരന്തരം സ്മരിക്കുന്നതിനായി എന്തെങ്കിലും ഒരു ചിഹ്നമോ വസ്തുവോ അദ്ദേഹത്തിന് ഡോക്ടർ കൃഷ്ണയോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരുപക്ഷെ സ്വാമിയുടെ ഫോട്ടോയോ മറ്റു ചിത്രമോ ആയിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ ഡോക്ടർ ബാലകൃഷ്ണൻ ഏറെ വിലയേറിയ ഒന്നിനെക്കുറിച്ചാണ് ആലോചിച്ചത്. സ്വാമിയുടെ സ്മരണയ്ക്കായി ഏറ്റവും നല്ല ചിഹ്നം വിഭൂതി തന്നെ. അതിനാൽ അദ്ദേഹം ചെറിയൊരു വിഭൂതി പാക്കറ്റ് നൽകി. പാറ്റേഴ്സൺ അത് കണ്ടപ്പോൾ ഉത്കടമായ സംഭ്രമം തോന്നി. അദ്ദേഹം ചോദിച്ചു, ഭസ്മമോ? ഈ മഹായോഗിയെ സ്മരിക്കാൻ താങ്കൾ എനിക്ക് ഇതാണോ നൽകുന്നത്? ഡോക്ടർ ബാലകൃഷ്ണൻ സൗമ്യമായി വിശദീകരിച്ചു, ഇത് സാധാരണ ഭസ്മമല്ല, ഇത് ദിവ്യമായ വിഭൂതിയാണ്. വിലമതിക്കാനാവാത്തതാണ്, അമൂല്യം. നിങ്ങൾ ഗുരുതരമായ കുഴപ്പത്തിൽ ചെന്ന് ചാടുകയാണെങ്കിൽ സ്വാമിയുടെ കരുണയ്ക്ക് മാത്രമേ അപ്പോൾ നിങ്ങളെ രക്ഷിക്കാനാവൂ എന്ന് കരുതുന്നെങ്കിൽ ഇതിലൊരു നുള്ളു നാവലിടുക, അവിടുത്തെയോട് പ്രാർത്ഥിക്കുക. പാറ്റേഴ്സൺ ലണ്ടൻ വഴി ന്യൂയോർക്കിലേക്ക് വിമാനമാർഗം മടങ്ങി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിലൊരു സീറ്റാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അവർ ഭയങ്കര ശല്യവും ശബ്ദവും ഉണ്ടാക്കി. പാറ്റേഴ്സൺ വല്ലാത്ത അസ്വസ്ഥതയിലും വിഷമത്തിലുമായി. വിമാനം ലണ്ടൻ എത്താറായപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വിഭൂതിയെക്കുറിച്ച് ഡോക്ടർ ബാലകൃഷ്ണ പറഞ്ഞ് അതിൻ്റെ മേന്മയെക്കുറിച്ച് ഓർത്തു. അദ്ദേഹം ഉടൻ ദിവ്യമായ വിഭൂതി ഒരു നുള്ളെടുത്ത് വായിലിട്ടു. ശ്രീ സത്യസായിയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഇനി അങ്ങോട്ട് ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്കുള്ള യാത്രയെ കുറേ കൂടി സൗകര്യപ്രദമായ ഇരിപ്പിടം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. വിമാനം ലണ്ടനിൽ ഇറങ്ങി. മൈക്കിലൂടെ തൻ്റെ പേര് പറയുന്നത് കേട്ട് പാറ്റേഴ്സൺ അത്ഭുതപ്പെട്ടു. പാറ്റേഴ്സൺ ഉടൻ തന്നെ എയർപോർട്ട് ഓഫീസുമായി ബന്ധപ്പെടുക എന്നതായിരുന്നു സന്ദേശം. അവിടെ എത്തിയപ്പോൾ അധികാരികൾ പറഞ്ഞു അദ്ദേഹത്തിന് ന്യൂയോർക്കിലേക്ക് ഫസ്റ്റ് ക്ലാസ് സീറ്റ് അനുവദിച്ചിരിക്കുന്നുവെന്ന്. അദ്ദേഹം വളരെയേറെ സന്തുഷ്ടനായി. കൂടുതലും പണം നൽകുവാൻ ഒരുങ്ങി. അദ്ദേഹം തികച്ചും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഓഫീസർ പറഞ്ഞു, കൂടുതൽ വേണ്ട തുക നേരത്തെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞുവെന്ന്. പാറ്റേഴ്സൻ്റെ ഹൃദയം തുടികൊട്ടി. ബാബയുടെ വിഭൂതി ഒരു നുള്ളി കഴിക്കുകയും ആ നാമം സ്മരിക്കുകയും ചെയ്തപ്പോൾ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തും ഇരുന്ന ബാബയുടെ സഹായഹസ്തം ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു. ബാബയുടെ കരുണയും പ്രേമവും അദ്ദേഹത്തിൻ്റെ മനസ്സ് ആർദ്രമാക്കി. പരമം വിചിത്രം ലീല വിഭൂതിം. ബാബയുടെ വിഭൂതിയുടെ ശക്തി അത്ഭുതകരം. പ്രേമസ്വരൂപനായ കരുണാസ്വരൂപനായ നിന്തിരുവടിക്ക് നമ്മുടെ ഏറ്റവും വിനീതമായ പ്രണാമങ്ങൾ. ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 13-ാം അധ്യായം സമാപ്തം.